നമ്മുടെ നാട്ടിൽ പ്രമുഖ വ്യക്തികൾ വരുമ്പോൾ അല്ലെങ്കിൽ VIP പ്രധാനമന്ത്രീസ് വരുമ്പോൾ നമുക്കറിയാം റോഡുകളിൽ പ്രത്യേകിച്ചൊരു പാതുകാപ്പ് അവർ കൊടുക്കുന്നതുകൊണ്ട് ഒരു സുരക്ഷിത വരുത്താറുണ്ട്. റോഡുകളിലൊക്കെ ദിവസങ്ങൾക്ക് മുമ്പേ പോലീസുകാരെയൊക്കെ നിർത്തി വഴിയെ അവർ ഒരു ദുർഘടവും ഇല്ലാതെ ബോംബിരിക്കുന്നോ കള്ളന്മാരുണ്ടോ തീവ്രവാദികളുണ്ടോ ഇതൊക്കെ അന്വേഷിച്ച് അവർക്ക് റോഡൊക്കെ നല്ലവണ്ണം നോക്കി നടത്തുന്നത് നമുക്കറിയാൻ സാധിക്കും. ആ പാതകൾ അവർ വരുന്ന ആ ഒരു പാതയിൽ ഒരു തടസ്സം ഉണ്ടാകാതെ ആ സമയത്ത് ഉള്ള വാഹനങ്ങളൊക്കെ നിർത്തി അങ്ങനെയൊക്കെ പല പരിപാടികൾ ചെയ്യുന്നത് നാം അറിയാറുണ്ട്. പക്ഷേ ഇവിടെ സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു, അവൻ ന്യായത്തിൻ്റെ പാതകളെ കാക്കുന്നു, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു എന്ന് കാണുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു VIP വരുമ്പോൾ അവർ വരുന്ന ആ പാതയെ അല്ലെങ്കിൽ വഴിയെ ഒരു മനുഷ്യൻ കാക്കുന്നു എങ്കിൽ ഒരു വിശുദ്ധൻ്റെ അല്ലെങ്കിൽ ദൈവഗീതം ചെയ്ത് നടക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വഴിയെ കാക്കുവാൻ ദൈവം തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുകയും അവർ ആ ജോലി കറക്റ്റായി ചെയ്യുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, നാം നമ്മുടെ ജീവിതം നാം കർത്താവിൽ അർപ്പിച്ച് നമ്മുടെ പാതകൾ അറിയണം. അപ്പോൾ ഒരു VIP വരുമ്പോൾ അവർ താൻ വരുന്നത് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി തന്നെ നമ്മുടെ നാട്ടിൽ വന്നെന്ന് വെച്ചോളൂ, അത് ഒന്നും അറിയിക്കാതെ പെട്ടെന്നൊരു ദിവസം ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയാൽ ഒരു സുരക്ഷിതവും അങ്ങേർക്ക് കിട്ടുവാൻ കഴിയുന്നില്ല. എന്ന് പറഞ്ഞാൽ ആരും അവിടെ ഒന്നും ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം, നമ്മുടെ പാതകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ നോട്ടം, നമ്മുടെ എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് കർത്താവിനെ അറിയത്തക്ക രീതിയിൽ നാം ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ആ ഒരു കാവൽ കിട്ടുന്നത്. അല്ലാതെ എല്ലാവർക്കും ദൈവം ഇവിടെ ഒരു സുരക്ഷിതത്വം കൊടുക്കുന്നു എന്ന് പറയുന്നില്ല. ഇവിടെ പറയുന്നത് ആ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, തൻ്റെ വിശുദ്ധന്മാരുടെ വഴിയെ സൂക്ഷിക്കുന്നു എന്ന്. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ വഴിയാത്രകളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്കെന്തെങ്കിലും ദുർഘടങ്ങൾ വരുന്നോ അല്ലെങ്കിൽ ദുർഘടങ്ങൾ മുമ്പോ ഉണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. നാളെ എന്ത് നടക്കും, അല്പസമയം കഴിഞ്ഞ് നമുക്ക് എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. പക്ഷേ ഓരോ ദിവസവും നമുക്ക് നടക്കുന്നതിന് മുൻകൂട്ടിയെ അറിയുന്ന ദൈവം ആ സ്ഥലത്ത് തൻ്റെ ദൂതന്മാരെ കൽപ്പിക്കും. തൻ്റെ ദൂതന്മാരെ പോലെ ദൈവം കൽപ്പിക്കുന്ന ചില വിശുദ്ധന്മാരെ അല്ലെങ്കിൽ ചില സഹപാഠികൾ അല്ലെങ്കിൽ നമുക്ക് ഉദവിച്ചവൻ ഏതെങ്കിലും ഒരു മനുഷ്യനെ ദൈവം അവിടെ ആക്കിയിരിക്കും. അത് ദൈവദൂതനെ പോലെ നമുക്ക് ഉപകരിക്കും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു പാതുകാപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ നാം ദൈവസന്നിധിയിൽ നാം ദൈവത്തെ അറിയുന്നവരായി ജീവിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം ജീവിപ്പാൻ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരും അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, തങ്ങളുടെ മക്കളുടെ പാതയെ കർത്താവെ അങ്ങ് തൻ്റെ ദൂതന്മാരെ കൊണ്ട് സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും, നാളെ എന്ത് നടക്കുമെന്ന് നമുക്കറിഞ്ഞൂടെ. ഇവരുടെ ജീവിതത്തിൽ വഴിയിൽ പതുങ്ങിയിരിക്കുന്ന സകല ദുർഘടങ്ങളെയും മാറ്റി സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു പാത ഇവർക്ക് ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.